അദൃശ്യങ്ങളുടെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ്. കടലിലോ കരയിലോ അള്ളാഹുവിൻ്റെ അറിവോടെയല്ലാതെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. പച്ചയോ ഉണങ്ങിയതോ ആയ ഒരു വിത്ത് പോലും എവിടെയും മറഞ്ഞു കിടക്കുന്നില്ല. മുഴുവൻ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ച പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമാണ്. ആ പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമായിട്ടല്ലാതെ പ്രപഞ്ചത്തിലെവിടെയും ഒന്നും സംഭവിക്കുകയില്ല. മുഴുവൻ കാര്യങ്ങളുടെയും ആസൂത്രകനും പ്രയോക്താവും ഒരേ ഒരു അള്ളാഹു മാത്രമാണ്. ദൈനംദിനം നിങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണെന്നും അതിൻ്റെ തെളിവുകളിലേക്ക് വീണ്ടും അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഈ വിചാരണ നടക്കുക മരണാനന്തര ജീവിതത്തിലാണ്. മരണാനന്തര ജീവിതത്തിൽ ബോധ്യമുള്ളവർക്ക് അതിനു വേണ്ടി തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. മരണാനന്തര ജീവിതം നമുക്ക് ബോധ്യമാകുക എന്നുള്ളത് അനിവാര്യമായൊരു സംഗതിയാണ്. അത് ഉറക്കത്തെയും ഉണർച്ചയെയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഉണ്ടാവുന്ന ഈ ഉറക്കത്തെയും ഉണർച്ചയെയും നമ്മളുടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ മരണാനന്തര ജീവിതം അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ് ഇനി വരുന്ന ആയത്തിൽ. അതാണ് വഹുവല്ലദീ യതവഫാക്കും, അവനാകുന്നു നിങ്ങളെ. തവഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന നേരെ ആശയം മരണമെന്നല്ല. തവഫ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക എന്നാണ്. ഒരാൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ പോകുമ്പോഴാണ് ഈ മരിച്ചു എന്നുള്ള ആശയം അതിന് വരുന്നത്. നിങ്ങളെ പൂർത്തീകരിക്കുന്നു അഥവാ മരിപ്പിക്കുന്നു ബില്ലൈലി, രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നവൻ അവനാണ്. അള്ളാഹു മരിപ്പിക്കുക. ഈ മരിപ്പിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അത് കൃത്യമായി ബോധ്യമാവുന്നൊരു സാധനമാണ്. കാരണം നമ്മളുടെ ബുദ്ധി, ബോധം അല്ലെങ്കിൽ സ്പർശനാവയവങ്ങൾ ഇതൊക്കെ ബ്ലോക്കാവുന്നു, അതൊക്കെ നിൽക്കും. അതൊക്കെ നിന്നിട്ട് നമ്മൾ മരണത്തിൻ്റെ ഒരവസ്ഥയിൽ നിൽക്കുക. അതേസമയം ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്, ജീവൻ നമ്മളെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഗാഠനിദ്രയിലാണ് ഏറ്റവും ഷാർപ്പായ ഏറ്റവും ക്ലിയറായ സ്വപ്നങ്ങൾ കാണുക ഈ ഗാഠനിദ്രയിലാണ്. ഒരാളുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാണോ എന്ന് നോക്കുമ്പോൾ ഈ സ്വപ്നത്തിൻ്റെ ആളുകൾ നോക്കുക തന്നെ ഈ ഏത് നേരത്തെ ഈ കണ്ടതെന്ന് ചോദിക്കുക. അതൊരു ഈ രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണിത് കാണുക എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഒരു സംഗതിയാണ്. അതായത് ഈ ഗാഠനിദ്രയിൽ എന്തോ നമ്മിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്, എന്തോ നമ്മിൽ നിന്ന് പുറത്തു പോകുന്നു. അങ്ങനെ ആ പോയ സാധനം പിന്നെ അത് കാലത്തെ അതിജീവിച്ചിട്ടാണ് കാണുക. അതായത് നാളെയോ മറ്റന്നാളോ പിന്നെ എപ്പോഴെങ്കിലും നടക്കാൻ പോകുന്ന കാര്യമാണ് ഈ സ്വപ്നമായിട്ട് കാണുന്നത്. അപ്പോൾ അത് ടൈമിനെ പോലും അത് അതിജീവിച്ചിട്ടാണ് നിൽക്കുന്നത്. ടൈം അവിടെ വിഷയമല്ല. അത് അങ്ങനത്തെ സ്വപ്നം കണ്ടവർക്ക് ഈ പറയുന്നത് വേഗം മനസ്സിലാവും ഈ പറയുന്നത്. അപ്പോൾ ഈ ഉറക്കത്തിൽ ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഈ ഉറക്കം ശരിക്കൊരു മരണമാണെന്നാണ്. ഉറക്കം ശരിക്കൊരു മരണമാണ്. അതൊരു ഓരോ മനുഷ്യനും ആ സംഗതിയിലേക്ക് കൊണ്ടുവരാം. ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉറക്കം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരോട് ചോദിച്ചാലും നമുക്കത് അറിയില്ല എന്നുള്ളൊരു സംഗതിയാണ്. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റണില്ല, നമ്മൾ വേണമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ഉറങ്ങണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. കാരണം ഒരു പരിധി വരെ നമ്മൾ ഇതിൽ നിന്ന് മോചിതനാവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകും, ഉറക്കത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകും. നമ്മുടെ ഉറക്കത്തിനെക്കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ തരാം. അതേ സമയത്ത് നമ്മൾ ആ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും വയഅലമു മാ ജറഹത്തും ബിന്നഹാരി, ഈ പകലിൽ നിങ്ങൾ ജറഹ എന്ന് പറയുന്നത് നമ്മൾ പകലിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ അതിനർത്ഥം പറയുമെങ്കിലും ഒരു സവിശേഷമായ വാക്കുകളാണ്. ഈ ജറഹ എന്ന് പറഞ്ഞാൽ മൂലാർത്ഥം തന്നെ മുറിവുണ്ടാക്കുക എന്നാണ്. മുറിവ് അതായത് ഈ പകലിൽ നമ്മൾ അതപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങളിലേക്കുള്ളൊരു സൂചന ആ വാക്കിൽ തന്നെ ഉണ്ട്. അതായത് പകലിൽ നമ്മൾ ചെയ്യുന്ന ഈ പോക്കിരിത്തരങ്ങളായ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടും അള്ളാഹു നിങ്ങളുടെ ആ പിടിച്ചെടുത്ത റൂഹിനെ പിന്നെയും നിങ്ങളിലേക്ക് തിരിച്ചു നൽകുകയാണ്. സുമ്മ യബ്അസുക്കും ഫീഹി, പിന്നെ ആ പകലിലേക്ക് നിങ്ങളെ നിയോഗിക്കുകയാണെന്നാണ്. അതായത് നിങ്ങൾ ഈ ചെയ്തതൊന്നും അറിയാതെയല്ല പിന്നെയും നിങ്ങൾക്ക് ഈ റൂഹ് ഇട്ട് തരുന്നത് എന്ന്. അത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അള്ളാഹു തീരുമാനിച്ച ലിയുഖ്ള അജലൻ മുസമ്മൻ, ഒരു കൃത്യമായ അവധി നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ തരുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും അറിയാതെയല്ല, അത് രേഖപ്പെടുത്താതെ അല്ല. അതാണ് ആ പറയുന്നത്. അങ്ങനെ സുമ്മ ഇലൈഹി മർജിഉക്കും, പിന്നെ നിങ്ങളെ മടക്കും.
സുമ്മ യുനബ്ബിഉക്കും, പിന്നെ നിങ്ങളെ മുഴുവൻ കാര്യങ്ങളും ഈ അള്ളാഹു നിങ്ങളെ അറിയിപ്പിക്കും. നിങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും അത് കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഖുർആൻ പറയാം, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതായത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനില്ലാതെ ഒരു വാക്ക് പോലും ഒരു മനുഷ്യനും മൊഴിയാൻ പറ്റില്ല. ലഹു മുഅക്കിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. അതായത് ഓരോ മനുഷ്യൻ്റെയും മുന്നിലും പിന്നിലും പിന്തുടരുന്ന മലക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ അവരെ സംരക്ഷിച്ചു പരിപാലിക്കുന്നു. അതായത് അള്ളാഹു നിശ്ചയിച്ച ഒരു വൃത്തത്തിനകത്ത് കിടന്നിട്ടേ ആർക്കും കറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഇദാ ജാഅ അജലുഹും, അവരുടെ ആ അവധി എത്തിയാൽ ലാ യസ്തഖിറൂന, അത് പിന്നേക്ക് മാറ്റിവെക്കുന്ന പണിയില്ല. സാഅത്തം വലാ യസ്തഖ്ദിമൂൻ, അത് അതിൻ്റെ കുറച്ച് മുമ്പേ പിടിച്ചെടുക്കണ പരിപാടിയില്ല. അതായത് കൃത്യമാണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളുമെന്നാണ്. വഹും ലാ യുഫരിത്തൂൻ എന്നാണ്. ആ വിഷയത്തിൽ അവർ ഒരു വീഴ്ചയും വരുത്തില്ല. യുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, അവർ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ അത് നിങ്ങളെ അള്ളാഹു കാണിക്കുക തന്നെ ചെയ്യും. ഇതൊരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാം. അതായത് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിനകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബുമാണ്. ആ ഗൈബ് അല്ലാഹുവല്ലാതെ ആർക്കും അറിയില്ല. അത് അറിയാൻ ആരെയും അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുമില്ല. എന്തെങ്കിലും അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ദൂതന്മാർക്ക്, റസൂലുമാർക്ക് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് അറിയിച്ചു കൊടുക്കുമെന്നല്ലാതെ വേറെ സംവിധാനമൊന്നുമില്ല. അത് നമ്മളെ തെളിയിപ്പിക്കും. വഹുവൽ ഖാഹിറു, ആ ഒരു സംഭവം തന്നെ, അതായത് ഈ ഉറക്കവും ഉണർച്ചയും പിന്നെയും അതിലേക്ക് കൊണ്ടുപോകുന്ന ആ കാര്യം തന്നെ തെളിയിപ്പിക്കും. അതൊരു തെളിവാണ്. എന്ത്? വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവൻ്റെ അടിമകൾക്കുമേൽ അള്ളാഹു സ്വേച്ഛാധിപതിയാണ്, സർവാധിപതിയാണ് എന്നുള്ളത് ഇക്കാര്യം തന്നെ തെളിയിപ്പിക്കും. നമ്മളതിലേക്ക് ശ്രദ്ധിക്കാതെ ഉറങ്ങിണീക്കുന്നു, അങ്ങനെ ആക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഇതിലേക്ക് നമ്മൾ ഈ ഉറക്കത്തിലേക്കും ഉണർച്ചയിലേക്കും നമ്മളുടെ ചിന്തയെ നമ്മൾക്ക് കൊണ്ടുപോയാൽ അതിൽ നിന്ന് തന്നെ ബോധ്യമാകും നമ്മൾ ഒരു സർവാധിപതിയുടെ ഇച്ഛകൾക്കനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന്. വയുറുസിലു അലൈക്കും, എങ്ങനെയാണ് ആ അള്ളാഹു ആ സർവാധിപത്യം ഇവിടെ ഭൂമിയിൽ നടപ്പാക്കുന്നത് ചോദിച്ചാൽ, വയുറുസിലു അലൈക്കും ഹഫളത്തൻ, അവൻ നിയോഗിക്കുന്നു നിങ്ങൾക്കുമേൽ ഹഫളത്തൻ, നിരീക്ഷകന്മാരെ, സൂക്ഷിപ്പുകാരെ അവൻ നിയോഗിക്കുന്നു. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്തു, നിങ്ങളിൽ ഒരുത്തന് മരണമെത്തുന്നത് വരെ അള്ളാഹുവിൻ്റെ ഈ നിരീക്ഷകർ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് അറിയണില്ലേ? ആർക്കാ അത്ഭുതം? ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തവർക്ക് അത്ഭുതം, അല്ലാത്തവരിൽ ഒരു അത്ഭുതമില്ല. കാരണം ഇത് അള്ളാഹു നിശ്ചയിച്ച, നേരത്തെ പറഞ്ഞ അതിൻ്റെ മുമ്പല്ലാതെ പോവാൻ പറ്റില്ല. അത് കാരണം മലക്കുകളുടെ ഡ്യൂട്ടിയാണ്. അതിൻ്റെ മുമ്പ് പറഞ്ഞേക്കാതിരിക്കലും അതിൻ്റെ മുമ്പേ പിടിക്കാതിരിക്കലും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു നിശ്ചയിച്ച ഒരു നിശ്ചിതമായ ഒരു അവധി വരെ ഇവരെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കലിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചു. ഇതാണ് മലക്കുകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മലക്കുകളുടെ വിശ്വാസം. ആ പരിപാടി അങ്ങനെ മൗത്തിൻ്റെ ആ സമയം വന്നാൽ തവഫത്തുഹു റുസുലനാ, നമ്മളുടെ ഈ ദൂതന്മാർ ആ പരിപാടി അവസാനിപ്പിക്കുന്നു. അതും അവർ വളരെ വഹും ലാ യുഫരിത്തൂൻ, ഒരു വീഴ്ചയും അവർക്ക് എവിടെയും ഈ വിഷയത്തിൽ സംഭവിക്കുകയില്ല. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ ഓരോ വിഷയങ്ങളും എടുത്താൽ നമുക്ക് തന്നെ ബോധ്യമാകുന്ന കാര്യങ്ങളായി പറയണം. നമ്മളില്ലാത്ത കാര്യമൊന്നുമല്ല ഈ പറയണത്. പക്ഷെ നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആ നിറപ്പകട്ടിലും ബേജാറിലും ഒക്കെ പെട്ടിട്ട് ഇതൊക്കെ വിസ്മരിച്ചു പോവുക എന്നുള്ളത്, അതിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ള പരിപാടി ഈ ചെയ്യുന്നുള്ളൂ. അതില്ലാത്തൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നല്ല. സുമ്മ റുദ്ദു, പിന്നെ അവർ മടക്കപ്പെടും, അവർ ആ മരിച്ചോർ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. മൗലാഹുമുൽ ഹക്ക്, യഥാർത്ഥ ഉടമസ്ഥൻ.
അതായത് ഈ ജീവിതത്തിൻ്റെയും ഈ ജീവൻ്റെയും ഈ റൂഹിൻ്റെയും ഒക്കെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് അത് മടക്കപ്പെടും. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ അല എന്ന് പറയുമ്പോൾ, നിങ്ങൾ അറിയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തിഷ്ഠത, ജാഗ്രത എന്നൊക്കെ പറയുന്ന പോലെയുള്ള വാക്കാണ്. അതായത് കൃത്യമായും നിങ്ങൾ മനസ്സിലാക്കണം, ലഹുൽ ഹുക്കുമു, വിധി അള്ളാഹുവിൻ്റേത് മാത്രമാണ്. കാരണം വിധിക്കാൻ ആർക്കും, അള്ളാഹുവല്ലാത്ത ആർക്കും അധികാരമില്ല, ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതാണ് അലാ ലഹുൽ ഹുക്കുമു വഹുവ അസ്റഉൽ ഹാസിബീൻ. അവൻ ഏറ്റവും വേഗം വിചാരണ നടത്തും. അതായത് ഇതൊക്കെ ജനങ്ങളിൽ, മനുഷ്യരിലുണ്ടാകുന്ന ചില സംഗതികളുണ്ട്. കാരണം ഇതൊക്കെ ഇനി വിചാരണ നടത്തി കുറേ കാലം കഴിയണ്ടേ, യുഗങ്ങൾ കഴിയണ്ടേ, അങ്ങനെയൊക്കെയുള്ള അവഗണനകളിലേക്കൊക്കെ നമ്മൾ പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നവരുണ്ട്, അങ്ങനത്തെ ദർശനങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അതാണ് അല അവിടെ വെച്ചിട്ട് ഇത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് അള്ളാഹു സർവജ്ഞനാണ് എന്നുള്ള വിധിയാണ്. ആ വിധി ഇപ്പോൾ എങ്ങനെ ഇത് നടപ്പാക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് തീരുക? അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഭൂമിയിലെ ഈ ജീവജാലങ്ങൾക്ക് ഒരേ ടൈമിൽ അള്ള ഭക്ഷണം കൊടുക്കണം ചെയ്യും, ഒരേ ടൈമിൽ അള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ പഴയ കാലത്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ നമ്മൾ ചേർന്നിരുന്നെങ്കിൽ ആകെ ഒരു കൗണ്ടറായിട്ടുണ്ടാവും, ഒരു കൗണ്ടർ ഉണ്ടാകുക ഈ ആളുകാലം മുഴുവൻ, അല്ലെങ്കിൽ 2 കൗണ്ടർ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ക്യൂവിൽ നിന്ന് ഇടങ്ങറായി. ഇപ്പോൾ നമ്മൾ ചെന്നാലോ, ഇപ്പം നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ കൗണ്ടറുകളിലൊരു അയ്യര് കളിയാണ്. അതാണ് ഇതൊക്കെ അള്ളാഹുവിന്, അള്ളാഹു ഏറ്റവും വേഗം ഹിസാബ് ചെയ്യും. അതായത് നമ്മളുടെ ചില ധാരണകളെ അള്ളാഹു തിരുത്തുകയാണ്. അതാണ് മുൻപേ അല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവച്ചിട്ട് ഇത് നമ്മളുടെ ബോധത്തെയും ബുദ്ധിയെയും നമ്മൾ ഉണർത്തിയിട്ടാണ് കാര്യങ്ങളെ കാണേണ്ടതെന്ന് പറയാം. ഇനി വേറൊരു ആയാത്തുകളിൽ, ഇതൊക്കെ ഖുർആൻ നമുക്ക് നൽകുന്ന നമ്മളിൽ തന്നെയുള്ള ആയാത്തുകളിലേക്ക്, തെളിവുകളിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. അതായത് നമ്മളുടെ ഭാവനയെ മുന്നിൽ നിർത്തി വേണം ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ. കുൽ മൻ യുനജ്ജീക്കും, അവരോട് ചോദിക്കുക, അവരോട് പറയേ, മൻ യുനജ്ജീക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നവൻ ആരാണ്, മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹരി, അതായത് കടലിലോ കരയിലോ ഉണ്ടാകുന്ന, ഇവിടെ ളുലുമാത്ത് എന്ന് പറയുമ്പോൾ അടിസ്ഥാനം ളുലുമ് ക്രമമാണ്. ളുലുമ് എന്ന് പറഞ്ഞാൽ അക്രമമാണ്. അതായത് ക്രമത്തിൻ്റെ ഓപ്പോസിറ്റാണ് അക്രമം. അതായത് യാതൊരു ക്രമങ്ങളും നമ്മളൊരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി കേടുന്ന നമ്മൾ അസിസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കും. അതുമാതിരി നമ്മൾ ആളുകളൊക്കെ താമസിക്കുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഒന്ന് നിലവിളിക്കാൻ നോക്കും. ഇതൊക്കെ ഓരോ ക്രമങ്ങളാണ്, ഓരോ തലത്തിലുള്ള ക്രമങ്ങളുണ്ടാവും. ആ ക്രമങ്ങളും വിട്ടിട്ടുള്ള ചില പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ നടുക്കടലിൽ പോയിട്ട് ഒരു കപ്പൽ സഞ്ചാരി പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിൻ്റെ മുകളിൽ പോയിട്ട് ഒരാൾ പെട്ടാൽ, ഇങ്ങനെ ഉരുൾപൊട്ടലിൽ നമ്മൾ പെടുമ്പോൾ അങ്ങനെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട് മനുഷ്യർക്ക്, ചിലർക്ക് പറ്റും. അതിനിപ്പോൾ ഒരാൾക്ക് സംഭവിച്ചില്ലെങ്കിൽ തന്നെ അയാൾക്ക് ഭാവനയിലും കാണാൻ പറ്റും. അത് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് നിർത്തുകയാണ് അല്ലാഹു. തദ്ഊനഹു, അങ്ങനെ ഒരു ഘട്ടത്തിൽ, അങ്ങനെ ഒരു രക്ഷക്കും ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഘട്ടത്തിൽ നമ്മളെ പോയിപ്പെട്ടാൽ, അത് കടലിലായാലും കരയിലായാലും. കാരണം ഇവിടെ പ്രത്യേകിച്ച് മരുഭൂമി എന്ന് പറയുന്ന ഒരു കര എന്ന് പറയുമ്പോൾ നമ്മൾ മരുഭൂമി അവിടെ സങ്കല്പിച്ചാൽ, മരുഭൂമി ശരിക്കും കടൽ പോലെയാണ്. അതായത് കടലിൽ ഒരാൾ പെട്ടിട്ടുണ്ടെങ്കിൽ ദിശാബോധത്തിന് വേറെ മാർഗമൊന്നുമില്ല. രാത്രിയാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ നോക്കാം. ഇതേപോലെയാണ് മരുഭൂമിയിൽ പെട്ടാലും. അതായത് ഒരു കാറ്റടിച്ചാലും മരുഭൂമിയുടെ സ്വഭാവം നമ്മൾ നേരത്തെ വെച്ച അടയാളമൊക്കെ പോകും. നേരത്തെ നമ്മളവിടെ ഒരു കുന്ന് കണ്ടിട്ടുണ്ടാകും, പക്ഷെ അതൊരു കാറ്റ് കടിച്ച് ആ കുന്ന് വേറൊരു ഭാഗത്തായി ഉണ്ടാവും. അതായത് ഇങ്ങനെയുള്ള ഈ പ്രതിസന്ധികളിൽ നമ്മൾ പെടുമ്പോൾ അതിലൊക്കെ കടലിലും കരയിലൊക്കെ സഞ്ചരിക്കുന്നവർക്ക് ഇത് വേഗം ഈ സംഗതി എന്താണെന്ന് വേഗം മനസ്സിലാവും. നമുക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരു ആനയുടെയൊക്കെ മുന്നിൽ പെട്ടാൽ നമുക്കും വേഗം മനസ്സിലാവും ഈ സംഗതി. പൂരൊക്കെ നടക്കുന്ന കാലമാണല്ലോ. തദ്ഊനഹു, അപ്പോൾ നിങ്ങൾ അവനെ വിളിക്കും. തളറു, 2 പദങ്ങൾ, തളറു ഖുഫിയത്ത്. നമ്മളിതിനെ വിനീതം എന്നൊക്കെ പറയും. ഈ ലറ എന്ന് പറയുന്നത് ഡിക്ഷണറിയിലെ അർത്ഥം പറയുന്നത് തന്നെ പ്രസവിക്കാനായ ഈ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ അകിട്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മരുഭൂമിയിൽ ഒരു ഒട്ടകവുമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ആ കുടുംബം
ആ ഒട്ടകം ഗർഭിണിയായി അത് പ്രസവിക്കാനാവുമ്പോൾ അതിൻ്റെ അവിടിലുണ്ടാകുന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതിനോടൊരു ഒരു ഒരു കാണിക്കുന്നൊരു ഭാവം ഉണ്ടാവുമല്ലോ, അതാ തളർവ്. അതായത് അള്ളാഹു മാത്രം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക് നമ്മളങ്ങ് സെറ്റാവും. അത് നമ്മുടെ മൈൻഡിൻ്റെ സ്വഭാവമാണ് ആ പറയുന്നത്. അതാണ് പ്രത്യേക വാക്കുകൾ കൊണ്ടുവരണേ. ഹുഫിയത്തും അത് തന്നെ. ആ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരേ ഒരു ശക്തി, വേറൊന്നും അവിടെ വരില്ല. ആ നേരത്തെ വിഗ്രഹം വരില്ല, മക്ബറയും വരില്ല, യാറും വരില്ല, ഒന്നും വരില്ല. കാരണം ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങി കുളിച്ച് കിടക്കണത് നമ്മൾ കാണും. ഇതൊക്കെ നമ്മൾ കാണും. നമ്മുടെ മുന്നിൽ ഇതല്ലാതെ ഒന്നും വരില്ല. അതാണ് അള്ളാഹു. ആ വരുന്നതിനെയാണ് അള്ളാഹു. അത് എന്ത് പേരിൽ വിളിക്കുന്നു എന്നുള്ളതല്ല വിഷയം. അതിനെ അള്ളാഹു എന്ന് പരിചയമുള്ളവർ അള്ളാഹു എന്ന് പേരിൽ വിളിക്കും, വേറെ പരിചയങ്ങളാണെങ്കിൽ അതിൽ പിടിക്കും. അതൊക്കെ നമ്മളിപ്പോൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരും ഈ ശിർക്കിൻ്റെ ആളുകളൊക്കെ ഒരു സുപ്രീം ഗോഡിനെ മുന്നിൽ നിർത്താത്ത ഒന്നുമില്ല. അതുണ്ടാവും. പക്ഷെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മറ്റുള്ളവരിലേക്കും, വലിയ അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്കെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അതാണ് ഇപ്പോൾ ഈ ഇവരോടൊക്കെ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറശ് ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ. അതായത് ഈ ശിർക്കൊക്കെ ചെയ്യുന്ന ഈ മക്കാ മുശ്രിക്കുകളോട് ചോദിച്ചാലും അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ സഖറശ് ശംസ വൽ ഖമറ, ഈ ചന്ദ്രനെ സൂര്യനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ, അവർ പറയും അല്ലാഹ്. അങ്ങനെ എല്ലാവർക്കും അറിയാത്. ഇപ്പോൾ ശ്രീരാമനാണോ ഭൂമി സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ശ്രീരാമൻ തന്നെ ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും പല മക്കളിൽ ഒരാളാണ്. അതിൻ്റെ എത്രയോ കോടിക്കണക്കിന് കൊല്ലം മുമ്പ്. ശ്രീകൃഷ്ണനാണോ എന്ന് ചോദിച്ചാൽ അല്ല. മുഹമ്മദുർ റസൂലാണോ എന്ന് ചോദിച്ചാൽ അല്ല. മൂസാ നബിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തിനൊക്കെ അവർ മാറ്റി നിർത്തും വലിയ കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങൾ ഭൂമിയിലെ നമ്മളുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുറേ ആളുകളെ അങ്ങ് ഏൽപ്പിക്കും. ഇതാണിപ്പോൾ ഈ ശിർക്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിർത്തി ആ ഹുഫിയത്തും ആ തളർറവും അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള മറ്റെല്ലാ വണ്ടിമലകളും ഇതിൽ നിന്നങ്ങ് പോകും. എന്നിട്ട് മനസ്സ് അള്ളാഹുവുമായിട്ട് മാത്രം ബന്ധപ്പെടും. അതാണ് നമ്മൾ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം എന്ന് പറഞ്ഞാൽ ഈ ഒരു മനസ്സിനോടാണ് ഈ മനസ്സിനെ അള്ളാഹ് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാത്ത മനസ്സിന് ഹിദായത്ത് കിട്ടിയിട്ട് കാര്യമില്ല. ഈ ഒരു മനസ്സുള്ള ആളുകൾക്ക് ഈ ഖുർആൻ കൊടുക്കുന്ന ഈ ഹിദായത്ത് കൊണ്ട് ഫലം കിട്ടുള്ളൂ. അല്ലാതെ പലരിലേക്കും വിഭജിച്ച ഒരു മനസ്സുകൊണ്ട് ഈ ഹിദായത്ത് കിട്ടില്ല. അതൊക്കെ വേറെ വല്ല കച്ചവടത്തിനോ ഉപജീവനത്തിനോ ഒക്കെ നടക്കുന്നല്ലാതെ ഹിദായത്ത് എന്ന് പറയുന്നത് ആ മനസ്സുമായി പ്രതികരിക്കുന്ന സംഭവമേ അല്ല. ഇൻ അഞ്ചാന, അപ്പം അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അത് ആഗ്രഹം വാക്കാവാം ഒക്കെ ആവാം. പല രൂപങ്ങൾ അത് സ്വീകരിക്കും അതിൻ്റെ വളർച്ചയ്ക്കൊക്കെ അനുസരിച്ച്. ആ ഒരു ഭാവമുണ്ടല്ലോ, ആ ഒരു ബോധം, അതാണ് ലഇൻ അൻസാന, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മിൻ ആദിഹി, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, ലനകൂനന്ന മിനശാക്കിരീൻ. അപ്പോൾ അയാൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അയാളുടെ ഓർമ്മയിലേക്ക് വരും. പ്രത്യേകിച്ച് അയാൾക്ക് തന്നെ അയാളുടെ മനസ്സാക്ഷി അനുവദിക്കാത്ത പലതും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അയാളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അയാൾ കൊടുക്കുന്ന അള്ളാഹുവിന് കൊടുക്കുന്ന അപ്പോഴത്തെ ആ ഒരു ഭാവമുണ്ടല്ലോ, ആ ഭാവമാണ് ലനകൂനന്ന മിനശാക്കിരീൻ. ഞങ്ങൾ നിശ്ചയമായും അള്ളാഹുവിനോട് ഇനി നന്ദിയുള്ളവരായി ജീവിക്കും എന്ന് ആ ഒരു ഘട്ടത്തിൽ കൊടുക്കുന്ന അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് നമ്മളെ മനസ്സിലാക്കുന്നത് പോലെ. അതായത് നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അധികാരങ്ങളൊക്കെ വിഭജിക്കപ്പെട്ടതാണ്. കാരണം അത് ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു ചെറിയ പ്രശ്നം ഞാൻ പിണറായി വിജയനോട് വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം ഞാൻ വെറുതെ വിടുമോ? അത് എവിടെയാണ് പോയി പറയേണ്ടത്? ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി തന്നെ പറയണില്ലേ ആ കാര്യങ്ങൾ? ഹൈക്കോടതി പോയി പറയുന്നു.
ഇതെന്താണെന്ന് ചോദിച്ചത് ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വേണം, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലായി ഒന്നുമില്ല, അങ്ങനെ ഉണ്ടായതാണ് ഈ ഏകാധിപതികൾ. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇവരൻ തന്നെ അതിൻ്റെ കുടുമാലിൽ പോയി പെടുള്ളൂ, നശിച്ചു പോവുകയേ ഉള്ളൂ. കാരണം ഇതാർക്കും സാധ്യമല്ല, അള്ളാഹു അല്ലാത്ത ആർക്കും ഇത് പരിപാടി പറ്റില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളെ പോലെ തന്നെയാണ് അള്ളാഹു. അള്ളാഹുവിനെ നമ്മളുടെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട ദൈനംദിന കാര്യങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുകയും ഈ ഒരു ബന്ധമില്ലാത്ത ആകാശഭൂമികളുടെ സൃഷ്ടി എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരും ഇടപെടാൻ യാതൊരു സാധ്യതയില്ലാത്തടത്ത് മാത്രം അള്ളാഹുവിനെ കൊണ്ടുവെക്കുമ്പോൾ എന്തുണ്ടാവണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ബാക്കിയുള്ളവർ ആകെ ഏറ്റെടുക്കുന്നു. അതാണ് ഷിർക്കിൻ്റെ പ്രശ്നം. ഷിർക്കിൻ്റെ പ്രശ്നം ശരിക്കും അതാ. നമ്മളുടെ ദൈനംദിന ജീവിതം കൈകാര്യം ചെയ്യാൻ 100 കൂട്ടരാ. അതിന് സയൻസും ഉണ്ടാവും, പ്രകൃതി ഉണ്ടാവും, അങ്ങനെ പല പേരിൽ അറിയപ്പെട്ട വലിയകളുണ്ടാവും, വിഗ്രഹങ്ങളുണ്ടാവും, ദേവീദേവന്മാരുണ്ടാവും. ഇതൊക്കെ പല നിലക്ക് വിഭജിക്കപ്പെട്ടിട്ട് നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഇഷ്ടമാണ്, നടത്തുന്നത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ പേര് പലതിലേക്കുമാണ്. പലതിൻ്റെ പേരിൽ എൻ്റെ ഇഷ്ടം നടത്തുക എന്നുള്ളതാണ് ഷിർക്കിൻ്റെ മർമ്മം. അതുകൊണ്ട് തന്നെയാണ് ഈ ഷിർക്കിലേക്ക് ജനങ്ങൾ വേഗം ആകർഷിച്ചു പോണത്. ഷിർക്കിലേക്ക് വേഗം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ നിങ്ങൾ ജീവിക്കണം എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടാവും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് വണങ്ങാനും ആരാധിക്കാനും, അതിപ്പോൾ നമ്മുടെ വലിയകളുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ വലിയകളുടെ പലരുടെയും കഥ കേട്ടിട്ടുണ്ടെങ്കിൽ 5 വിരലിൻ്റെ ഉള്ളിൽ സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ കഞ്ചാവ് വലിക്കുന്ന അതും വലിയ. നിസ്കരിക്കാത്തവൻ വലിയാണ്, നോമ്പ് നോക്കാത്തവൻ വലിയാണ്, ഉള്ള പച്ചും പയും വിളിച്ചു. ഇവരൊക്കെ നമ്മൾ മാർഗദർശനത്തിന് വേണ്ടി സമീപിച്ചാൽ എന്താ ഉണ്ടാകുക? ഇവരിനൊക്കെ നമ്മൾ മാർഗദർശനത്തിന് വേണ്ടി സമീപിച്ച അവരുടെ മുഴുവൻ പോക്കിരിത്തരങ്ങളും നമ്മുടെ മാർഗദർശനമാവും. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തോന്നിയത് ചെയ്യാം. അത് തന്നെയാണ് ഷിർക്കിൻ്റെ പ്രശ്നം. അല്ല അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ജീവിതം ആകെ കോഞ്ഞാട്ടാവും എന്നുള്ളതുകൊണ്ട് വിഷയം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷിർക്കിൽ നിന്ന്, എല്ലാ ഷിർക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതാണ് നമ്മൾ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ഏകത്വം ബോധ്യപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ ഏകത്വം ബോധ്യപ്പെടുത്തുക, അത് പരമപ്രധാനമായ സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ വക ഉദാഹരണങ്ങളിലൂടെ വഹുവൽ എവിടെ നമ്മളെത്തി ഷാക്കിരീൻ, നമ്മൾ നന്ദിയുള്ളവരാവും. അവരോട് പറയാം അള്ളാഹു കുലില്ലാഹു, അള്ളാഹു കുൽ പറയുക, അള്ളാഹു യുനജ്ജീക്കും മിൻഹ വമിൻ കുല്ലി കർബിൻ. ഈ വലിയ വലിയ വിഷയങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നവൻ അള്ളാഹു തന്നെയാണ്. കാരണം അള്ളാഹു ഈ രക്ഷിക്കലും ശിക്ഷിക്കലൊന്നും ആരും വേറെ ഏൽപ്പിച്ചിട്ടില്ല. കാരണം നേരത്തെ നമ്മൾ പഠിച്ചതിലുണ്ട്, അള്ളാഹു ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എന്തിനാ നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിനീതരായെങ്കിലോ എന്തിനാ, അതായത് നമ്മളെ വിനീതരാക്കാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഈ സർവാധിപത്യത്തിന് വഴങ്ങാൻ വേണ്ടിയിട്ടാണ് അത് നൽകുന്നത്. അപ്പോൾ അത് ആരാണോ നൽകിയത് ആ നൽകിയ ആൾക്ക് തന്നെ എടുക്കാനും പറ്റുള്ളൂ. കാരണം അള്ളാഹു ഇവിടെ കൊടുക്കുന്നു, വേറെ ചിലവ് വന്നിട്ട് അവന്മാർ അത് വേണ്ടെന്ന് പറയുന്നു. മൊഹിയുദ്ദീൻ ഷെയ്ഖ് റൂഹുകളുടെ കൊട്ട തട്ടിയിട്ട കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് വേറെ ചിലവർ വന്നിട്ട് അള്ളാഹുവിൻ്റെ മേൽ ഇടപെടുന്നു. ഇതൊക്കെ എങ്ങനെ നടക്കാനാണെന്ന്? ഇത് നടക്കില്ല. കാരണം ആ മനുഷ്യന്മാരുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇതിൽ ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ ചാൻസ് എവിടെ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിലല്ലേ അതിലേക്കൊന്ന് കയറി. അങ്ങനെ ഒരു ചാൻസേ ഇല്ല. അതുകൊണ്ടാണ് സുമ്മ അൻതും തുശ്രിക്കൂൻ, പിന്നെയും നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് പോലും അള്ളാഹുവിൻ്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് മലായിക്കത്തുകളാണ്. ആ മലക്കുകളാണെച്ചെങ്കിൽ നിങ്ങൾ കാണുന്ന രൂപത്തിലൊന്നല്ല, അതൊക്കെ ഗൈബാണ്. അല്ലാതെ ഈ ഭൂമിയിൽ ഈ പരിപാടിയൊന്നും വേറെ കാണുന്നവരെ മനുഷ്യന്മാരെ ആരും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതൊക്കെ ബോധ്യമായിട്ടും ഇതൊക്കെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ജീവിതം തന്നെ മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും നിങ്ങൾ ഈ ജീവിതത്തിൽ ഈ അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നു. ഇനി കുൽ അവരോട് പറയുക, ഹുവൽ ഖാദിറു, അവൻ കഴിവുള്ളവനാണ്, അള്ളാഹു കഴിവുള്ളവനാണ്, അലാ അൻ യബ്അസ അലൈക്കും അദാബൻ,
ഏത് ശിക്ഷയും നിങ്ങൾക്കുമേൽ നിയോഗിക്കാൻ, ഏത് ശിക്ഷയെയും നിങ്ങൾക്കുമേൽ നിയോഗിക്കാൻ ഈ അള്ളാഹു കഴിവുള്ളവനാണ്. അത് മിൻ ഫൗക്കിക്കും, നിങ്ങളുടെ മേലെന്ന്. അത് ഇടിമിന്നലാവാം, മേഘവിസ്ഫോടനമാകാം, എന്തും ആവാം. ഏത് നിലക്കും അവൻ കഴിവുള്ളവനാണ്. ഔ മിൻ തർത്തി അർജുലിക്കും, അത് വെള്ളപ്പൊക്കമാകാം, ഭൂമി കുലുക്കമാവാം, അഗ്നിപർവ്വത സ്ഫോടനമാകാം. ഏത് നിലക്കും അത് കഴിവുള്ളവനാണ് അള്ളാഹു എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെ നിങ്ങൾക്കുമേൽ ശിക്ഷ ഇറക്കാൻ കഴിയുന്ന വേറെ ഒരു ശക്തിയില്ലാന്ന്, വേറെ ഒരു ശക്തിയില്ല. ആരെയും പേടിക്കേണ്ടതില്ല എന്നാണ്. നമ്മളിപ്പോൾ ഈ വലിയ വലിയ ഈ ആളുകളെയും മക്ബറകളെയും ഇതിനൊക്കെ പേടിച്ചിട്ടാണ്. ഇവർ നമ്മുടെ എന്തെങ്കിലും വണ്ടിമ്പല ഉണ്ടാക്കുമോ, പുലിവാലുണ്ടാക്കുമോ, അത് പേടിച്ചിട്ടാണ്. കാരണം അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരുത്തൻ്റെ ആദ്യം എടുത്തു പോകുക പേടിയാണ്. കാരണം അള്ളാഹു നിശ്ചയിച്ചതേ ഈ പ്രപഞ്ചത്തിൽ നടക്കുമോ. അതാ നേരത്തെ ഒരില പോലും വീഴുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആ ബോധ്യമായ ഒരാൾക്ക് അള്ളാഹുവിനെ അല്ലാതെ ഭയമുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും അത് അള്ളാഹു നടത്തുന്നതാണ് എന്നുള്ള കൃത്യമായ ബോധം. അതാണ് നമ്മളെ എല്ലാ ഭയങ്ങളിൽ നിന്നും എടുത്ത് ഉയർത്തി അള്ളാഹുവിൽ മാത്രം അടിമയാക്കുക. അതാണ് മനുഷ്യന് പ്രാപിക്കാവുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയും അത് തന്നെയാണ്. ഏറ്റവും ഉന്നതമായ അവസ്ഥ. വയുദീഖ ബഅ്ദുക്കും ബഅ്സ ബഅ്ദിൻ, ഇതൊക്കെ ഈ അറബികളെ മുന്നിൽ വെച്ചിട്ട് പറയുമ്പോൾ അവരോട് പറയാം. അതായത് നിങ്ങളെ ചിലരുടെ യുദ്ധവീര്യമൊക്കെ നിങ്ങൾക്ക് പരസ്പരം അങ്ങ് ആസ്വദിക്കാനൊക്കെ ആസ്വദിപ്പിക്കാൻ പറ്റും. കാരണം അങ്ങനെയായിരുന്നല്ലോ നിങ്ങൾ ഈ ഗോത്രകാലത്തൊക്കെ ജീവിച്ചിരുന്നത്. അതൊക്കെ പിന്നെ ഒന്നിപ്പിക്കുകയാണല്ലോ. ഉൻദുർ കൈഫ നുസരിഫുല്ലായാത്തി, നീ ആലോചിക്ക്. കൈഫ നുസരിഫുല്ലായാത്തി, നമ്മളോട് ഓരോരുത്തരോടാണ് പറയുന്നത്. കൈഫ നുസരിഫുല്ലായാത്തി, ഈ തെളിവുകളെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പല മട്ടിൽ വിശദീകരിച്ചു തരുന്നത്. ഇപ്പോൾ ഈ അൻആം തുടങ്ങിയിട്ട് തന്നെ പല മട്ടിൽ ധാരാളം ആയത്തുകൾ, തെളിവുകൾ നമുക്ക് വിശദീകരിച്ചു തന്നു. ലഅല്ലഹും യഫ്ഖഹൂൻ, അത് നിങ്ങൾക്ക് ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ഗ്രാഹ്യം, ഗ്രഹിക്കുക, ദീനിൻ്റെ നിയമങ്ങളെ ഗ്രഹിക്കുക, അതാണ് ഫിഖ്ഹ്. ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കാൻ വേണ്ടിയാണ്, കാര്യങ്ങളെ ശരിക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. വെറുതെ ഓതാനല്ല, ഇത് ഗ്രഹിക്കാൻ വേണ്ടി തന്നെ. അതെന്താ വെച്ചാൽ നമ്മളുടെ ബുദ്ധിയും ബോധവും ഭാവനയും ഒക്കെ നമ്മൾ നന്നായി ഉപയോഗിച്ചാലേ ഈ ഗ്രാഹ്യം എന്ന് പറയുന്ന പരിപാടി നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. പക്ഷേ കദ്ദബ ബിഹി ഖൗമുക, കദ്ദബ ബിഹി, ഇതിനെയൊക്കെ, ഈ പറയുന്ന എല്ലാ തെളിവുകളെയും, ഈ റിസാലത്തിനെയും റസൂല് പറയുന്നതിനെയും പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ അതിനൊക്കെ തള്ളിക്കളഞ്ഞു നിൻ്റെ കൗമ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കൗമുണ്ട്, ഇന്നത്തെ കൗമുണ്ട്. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവരുണ്ട്, അല്ലാത്തവരുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശേഷമുള്ള മനുഷ്യ സമൂഹം മുഴുവൻ റസൂലിൻ്റെ കൗമ. കാരണം അവരെ അഭിസംബോധന ചെയ്യാൻ ഇനി വേറൊരു റസൂലില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ റസൂലിൻ്റെ കൗമാണ് ഈ മുഴുവൻ മനുഷ്യരും. അതിൻ്റെ ശേഷം ഇനി ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ആ കൗമൊക്കെ. അത് ഏതർത്ഥത്തിൽ, അതുകൊണ്ടാണ് ഈ ബിഹി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ആശയമുണ്ട്. ഇപ്പോൾ കദ്ദബ ബിഹി എന്ന് പറയുമ്പോൾ ഏതിനേന്ന് ചോദിക്കുമ്പോൾ ഏത് അല്ലെങ്കിലും പെടും. അന്നത്തെ മുശ്രിക്കീങ്ങളുമുണ്ട്, ഇന്നത്തെ മുസ്ലിമീങ്ങളുമുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്ത മുഴുവൻ മനുഷ്യരുമുണ്ട്. അവർ ഈ അള്ളാഹുവിൻ്റെ ഈ ആയാത്തുകളെയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞു. വഹുവൽ ഹക്കു, അത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പലതില്ല, ഒരേ ഒരു യാഥാർത്ഥ്യമുള്ളൂ. അതങ്ങനെ ആയിരിക്കെ തന്നെ അതങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ്. ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും പല ശരികളുണ്ടാവില്ല എന്ന്. അതങ്ങനെ ആയിരിക്കെ തന്നെ ഇതിനൊക്കെ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളയുന്ന ഒരു കുൽ, നീ പറയണം, ലസ്തു, ഞാനല്ല ഇത് പറയുന്ന നമ്മളുമല്ല, അലൈക്കും ബി വക്കീൽ, ആർക്കും നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ട് വക്കീൽ കേസ് എടുക്കുന്നത് പോലെ ഏറ്റെടുത്തിട്ട് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലാന്ന്. എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇത് എത്തിക്കൽ മാത്രമാണ്. ലിക്കുല്ലി നബഇ മുസ്തഖർ, എല്ലാ നബവും, ഇവിടെ നബ എന്ന് പറയുമ്പോൾ റസൂല് പറഞ്ഞ മുഴുവൻ, നമ്മളെ മനുഷ്യരെ അറിയിച്ച മുഴുവൻ കാര്യങ്ങളും, അതായത് റസൂലിൻ്റെ മുഴുവൻ പ്രവചനങ്ങളും, അതൊക്കെ മുസ്തഖറുൻ,
മുസ്തഖർ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുന്ന സമയമുണ്ട്. അത് സംഭവിക്കാനൊരു സമയമുണ്ട്. ആ സമയം വരെ അത് പോവുള്ളൂ. അത് അള്ളാഹുവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിനാൽ നിർണയിക്കപ്പെട്ടതാണ്. അതിൽ മാറ്റം വരുത്താൻ ഇനി ആർക്കും പറ്റില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചത് വരണം ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അതിൽ ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഈ 14 നൂറ്റാണ്ടുകളെ കൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മരണശേഷം വരാനുള്ളതൊക്കെ അതും അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ വിധിയിലൊന്നും, അള്ളാഹുവിൻ്റെ ഈ വിധിയിലൊന്നും ഒരു മാറ്റവും വരുത്താൻ ആർക്കും സാധ്യമല്ല. രണ്ടാലൊരു സംഗതി, അതായത് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, ഇത് രണ്ടാലൊന്ന് ഉറപ്പാക്കിക്കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ സാധ്യമല്ല. അതൊരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ എത്ര വേഗം ഉൾക്കൊള്ളുന്നോ അത്രയാണ് നമ്മളുടെ വിജയം കെടുക്കുന്നത്. അതില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ ആ സർവാധിപത്യത്തിന് കീഴിൽ എഴുതപ്പെട്ട നിയമമാണ്. അള്ളാഹുവിൻ്റെ നിയമം മാറുക എന്ന് പറയുന്ന പരിപാടിയില്ല. കാരണം അള്ളാഹുവിന് എപ്പോഴെങ്കിലും പുതിയ ഒരു അറിവുണ്ടാകുന്ന പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ എത്ര വേഗം മനസ്സിലാക്കുന്നോ, എത്ര വേഗം ഈ ഖുർആനിൽ നിന്ന് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നുവോ അത്രയും നമുക്ക് നന്ന്. കാരണം മരണം നമ്മളുടെ മുന്നിൽ എപ്പോഴും കണ്ടനാടിയേക്കാൾ നമ്മളുടെ അടുത്ത് മരണമുണ്ട്. അതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിലേക്കാണ്. ഇതിലേക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് യാതൊരു അറിയുമില്ല. അതാണ് ആ വർത്താനത്തിൻ്റെ അവസാനമായിട്ട് നമുക്ക് കൊണ്ടുവെക്കുന്നൊരു ചിത്രം. വഇദാ റഅയ്തല്ലദീന യഖൂദൂന, ഈ ഖാദ എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്കൊരൊറ്റ വാക്കിലൊന്നും അങ്ങനെ പറഞ്ഞ് അർത്ഥം പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ നിരുത്തരവാദിത്വപരമായിട്ട് പെരുമാറുക. ഖാദ എന്ന് പറയുന്നത് അതിൻ്റെ മൂലാർത്ഥം നമ്മളുടെ ദിൽസിലിൽ ഇറങ്ങുന്നത് വെള്ളത്തിൽ ഇറങ്ങി നടക്കുക എന്നാണ്. ഓരോരോ ഇമേജുകൾ ഉണ്ടാക്കി തരുന്നത്, അത് ഖുർആൻ ഉപയോഗിക്കുന്ന ഈ വാക്കുകളുടെ ഒക്കെ അതിൻ്റെ വലുപ്പം. വെള്ളത്തിലിറങ്ങിയ വാസ്തവത്തിൽ നമുക്ക് ആഴമൊന്നും അറിയാത്തൊരു വെള്ളത്തിലിറങ്ങി നമ്മൾ നടന്നാൻ തണ്ടാകുക. വെള്ളത്തിലിറങ്ങി നടക്കുക എന്ന് പറയുന്നത് വെള്ളത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ നദികളെക്കുറിച്ചോ പുഴകളെക്കുറിച്ചോ കടലിനെക്കുറിച്ചോ അറിയുന്ന ഒരുത്തൻ ചെയ്യുന്ന പരിപാടിയല്ല. അവിടെ സുരക്ഷിതമായ പരിപാടി നീന്തല. വെള്ളത്തിലിറങ്ങി നടന്ന അടിയൊഴുക്കുണ്ടെങ്കിൽ നടന്നോ, അതിൻ്റെ വട്ടി പോവും ഇല്ലേ? പോവും. അതുമാതിരി വെള്ളത്തിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് നമുക്കറിയാൻ പറ്റില്ല. ആ വാക്ക് ഉപയോഗിക്കുന്നത് നോക്കൂ. അതായത് ഈ കാര്യങ്ങളുടെ അള്ളാഹു ഈ പറയുന്ന ഈ ആയാത്തുകളുടെ ആഴവും പരപ്പുമെന്ന് അറിയാത്തവൻ, അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നവരെ നീ കണ്ടാൽ, അങ്ങനെ അതായത് ഭൗതിക താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ ആയാത്തിനെ സമീപിക്കുന്നവരെ നീ കണ്ടാൽ നീ ചെയ്യേണ്ടത് എന്താണെന്നാണ്. നീ ചെയ്യേണ്ടത് ഫഅരിദ് അൻഹും, അവരെ നീ അവഗണിച്ചേക്കണം. മലയാളത്തിൽ നമ്മൾ അവഗണന എന്ന് പറയുമ്പോൾ ഖുർആൻ അറദ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ആരിദ് ഉണ്ടാകുക. അതിന് അവഗണിക്കുന്നതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്നൊരു തലവുണ്ട്. ഇപ്പോൾ അറദ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഈ മഅറദ് എന്ന് പറഞ്ഞ എക്സിബിഷനാണ്. എക്സിബിഷനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് അത് പരിഗണിപ്പിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സാധാരണ സംഗതിയെ അവഗണിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പറയുന്നുണ്ട്. ഇപ്പോൾ പൂരത്തിന് ഈത്തപ്പഴാലിയൊക്കെ വെച്ചിട്ടുണ്ടാവും, ഇപ്പുറത്ത് ബേക്കറിയിലുണ്ടാവും. സാധാരണ ബേക്കറിയിൽ നിന്ന് ആൾക്കാർ മേടിക്കും, ഇപ്പുറത്ത് വരുമ്പോൾ അന്ന് ബേക്കറി കയറില്ല. അന്ന് ബേക്കറിയിൽ നിന്നല്ല മേടിക്കുക, അന്ന് നമ്മൾ പൂരത്തിൽ നിന്നാണ് മേടിക്കുക. അതെന്താ ചോദിച്ചാൽ, ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ അപ്പുറത്ത് സാധാരണഗതിയിലുള്ളത് അവഗണിക്കപ്പെടും. അത് രണ്ട് ഇരുതല മൂർച്ചയുള്ള വാക്കാണ് ഈ ആയിരത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു നയപരമായ സമീപനം, ഇങ്ങനത്തെ ആളുകൾ താല്പര്യങ്ങൾ മുന്നിൽ വെച്ച് നമ്മളോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്, തർക്കിക്കുന്ന ആളുകളുണ്ട്. അതായത് അവരുടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവരിത് എപ്പോഴും ഇങ്ങനെ അവരുടെ ആ ഒരു അജണ്ട നമ്മളുടെ മേലിൽ നിർത്തുക. അതായത് അവരുടെ അജണ്ടകളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അത് അവരുടെ താല്പര്യമാണ്. പക്ഷെ ആ താല്പര്യങ്ങൾക്കെതിരെ എന്ത് സമീപനമാണ് ഈ വിശ്വാസികൾ സ്വീകരിക്കേണ്ടതാണ്? ഫഅരിദ് അൻഹും, അവരുടെ ഒരു ഭാഗത്ത് ശ്രദ്ധയുള്ളപ്പോൾ തന്നെ അവരെ അവഗണിക്കുന്നതായി നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ പരിഗണിക്കും തോറാണ് അവർ പവറാകുക.
നമ്മൾ പരിഗണിക്കും തോറും അവർ ശക്തരാകും. കാരണം കേൾക്കാൻ ആളുണ്ടെങ്കിലേ ഇത് അവർക്ക് വിറ്റുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിനോട് എത്രമാത്രം അങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനാണ് അവരുടെ വളർച്ച നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് അവരെ സമീപിക്കേണ്ടത് ഇത് വിറ്റുപോകില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് അവരെ അപ്പോൾ അതിന് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അതിൽ നിന്ന് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക, അതൊരു പ്രത്യേക സമീപനം, അതൊരു നയസമീപനമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ അപ്പോൾ ഹത്താ യഹൂദു ഫി ഹദീസിൻ ഗൈരി, നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, ഇത് കച്ചവടം ഇവിടെ നടക്കുന്നില്ലെങ്കിൽ അവർ ഇതേപോലെ അന്തവും അർത്ഥവും ഇല്ലാത്ത വേറെ വിഷയങ്ങളിൽ പോയി അവർ ചാടിക്കോളും. കാരണം അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ വേറെ വണ്ടിയിൽ വേണ്ടി വരും. കാരണം ഇത് ജീവിതവുമായി ബന്ധപ്പെട്ടത് കൊണ്ടായത് തന്നെ അവർക്ക് വേറെ മാർഗം നോക്കാതെ പറ്റില്ല. അതൊരു നയപരമായ സമീപനമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് ഈ മുസ്ലിം സമൂഹമൊന്നും അങ്ങനെ ഒരു നയസമീപനമല്ല. നമ്മൾ ഏതൊരു വിഷയത്തിലും വൈകാരികമായി ഏറ്റവും അധികം എടുത്തു ചാടുക മുസ്ലിമീങ്ങളാണ്. അതായത് മുസ്ലിമീങ്ങളെ ഈ ഖുർആനും ഹദീസും ഒന്നും മുസ്ലിമീങ്ങളെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഭൂമിയിലെ ജീവിതത്തിൽ നയിക്കുന്നില്ല. ഇത് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന തന്ത്രമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് വളരെ ആസൂത്രിതമായി ഭൂമിയിൽ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇനി അടുത്ത കാര്യം പറയുന്നത്, ഇമ്മാ യുൻസിയന്നക ശൈത്താൻ, ഇതിനെ നിന്നെ വിസ്മരിപ്പിക്കും ആര്? ശൈത്താൻ ഈ പരിപാടിയിൽ ഇടപെടുന്നു. നിങ്ങളുടെ വികാരങ്ങളെ ഇളക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ അജണ്ടയിൽ പോയി ചാടിക്കൊടുത്തോളും. പക്ഷേ ഫലാ തഖഉദു ബഅദ ദിക്റ, ഈ ബോധം നിങ്ങളിലേക്ക് വന്നാൽ, ഈ ബോധത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, കാരണം ദൈനംദിനം നടക്കുന്ന പരിപാടികളാവുമ്പോൾ ഇടക്കിടക്ക് ഈ വിസ്മൃതിയൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഒരു ചെറിയ ഒരു കനൽ, ഒരു തീപ്പൊരി വീണാൽ മതി പലയിടത്തും കത്തിപ്പിടിക്കാനേ. പിന്നെ കത്തിപ്പിടിച്ചാൽ പിന്നെ ഇത്ര എളുപ്പമല്ല. അപ്പോൾ അതൊക്കെ ഫലാ തഖഉദു ബഅദ, അതിൻ്റെ ഇതൊക്കെ വലിയ വർത്തമാനമായി പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നേതൃത്വം എന്ന് പറയുന്നവർക്ക് ഈ ബോധം വേണം. നേതൃത്വം എന്ന് പറയുന്നവർക്ക് അതവരുടെ ഓരോ അണികളിലേക്കും പകർന്നു കൊടുക്കാൻ അവർക്ക് കഴിയണം. അത്രമാത്രം ക്ലിയറായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ കെട്ടുറപ്പിൽ നിൽക്കുമോ. ഓരോ ദിവസം ഓരോ ഉത്തരവ് ചെന്നില്ലെങ്കിലും ഈ ബോധം അവരിലുണ്ടാവും. നമ്മൾക്കിത് ശരിക്കും കാണാനുണ്ട്. ഇപ്പം ഈ ഹമാസ് എന്നൊക്കെ പറയുന്നവർ അവരുടെ എല്ലാ സംവിധാനങ്ങളും തകർന്നില്ലേ, അവരുടെ എല്ലാ നേതൃത്വങ്ങളും പോയില്ലേ. പക്ഷെ എന്നിട്ടും ഒരു ബോധം എങ്ങനെയും നിലനിൽക്കുന്നത്? ഇത് അടിസ്ഥാന ബോധമാണ്. ഇത് നേതാവിലുണ്ടാവും, അണികളിലുണ്ടാവും. ആ ഒരു ടൈമിൽ അവരെ തന്നെ ഈ ബോധം നയിക്കും. അതുകൊണ്ടാണ് ഈ ബോധം വന്നാൽ പിന്നെ ഈ പരിപാടിയുടെ കൂടെ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അത് ഏത് നിലക്കും, അത് പ്രസംഗത്തിൻ്റെ സ്റ്റേജിലാണെങ്കിലും പ്രവൃത്തിയുടെ ഏത് മേഖലയിലും പിന്നെ ഉണ്ടാവാൻ പാടില്ല. മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളായ ഈ ഖൗമിൻ്റെ കൂടെ പിന്നെ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ആ കാര്യം ശൈത്താനുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അടുത്ത ആഴ്ച നമ്മളുടെ ഈ ക്ലാസ് ഉണ്ടാവില്ല. ഈ വരുന്ന റമദാനിലെങ്കിലും നമ്മളുടെ പാരായണത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മൾ കുറച്ചാണ് പാരായണം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് എത്രമാത്രം നമ്മൾ പകർത്താൻ പറ്റും, അതിനുള്ള ഒരു സുദീർഘമായൊരു പരീക്ഷണ കാലഘട്ടമാണ്, പരീക്ഷയുടെ കാലഘട്ടമാണ് റമദാൻ എന്ന് പറയുന്നത്. അത് ഈ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഖുർആൻ മാത്രമല്ല, ഭൂമുഖത്ത് അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ വേദഗ്രന്ഥങ്ങളും ഈ റമദാൻ മാസത്തിലാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് അതാണ് ഈ റമദാനിലുള്ള പ്രത്യേകതയും. ആ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത്. നമ്മൾ 4 ഖത്തം തീർത്ത് 5 ഖത്തം തീർത്ത് എന്നൊന്നും പറഞ്ഞിട്ടുള്ള കണക്കിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ഖുർആനിൽ നിന്ന് എന്ത് നേടി, എന്താണ് ആർജിച്ചത്, അത് എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചത്. കാരണം ഇതിൻ്റെ അർത്ഥമോ ആശയമോ കാര്യങ്ങളോ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊരിക്കലും നമ്മളുടെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ വെള്ളവും പെട്രോളൊക്കെ പോലെ അതങ്ങനെ മാറി നിന്നിട്ട് പോവുള്ളൂ. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. നമ്മൾ ഈ ഖുർആൻ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് അതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾക്ക് ഈ ഖുർആൻ വായിച്ചാൽ, അത് എത്ര വായിക്കുന്നു, എത്ര ഖത്തം എന്നുള്ളതൊന്നല്ല, അത് ഒരു സൂറയാണെങ്കിൽ പോലും ആ സൂറയിലുണ്ടാവും മൊത്തം ഈ ഖുർആൻ്റെ ആശയം. ഖുർആൻ്റെ ആശയം എവിടെ നോക്കിയാലും നമുക്ക് കിട്ടും.
അത് നമ്മൾ എത്ര ആഴത്തിൽ പഠിക്കുന്നോ, അതിനെക്കുറിച്ച് എത്രമാത്രം നമ്മൾ ചിന്തിക്കുന്നോ, അതിനനുസരിച്ചാണ് ഈ ഖുർആൻ നമുക്ക് പ്രയോജനം നൽകുക. അങ്ങനെ ഒരു പഠനത്തിലേക്ക് റമദാനെ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.